ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്പോട്ട് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സുപ്രധാന നിയമങ്ങളാണ്. സുപ്രധാന നിയമങ്ങൾ ഇതുവരെ ചോദിച്ചിരിക്കുന്ന LDC എക്സാംസിന് മാത്രം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇതുവരെ നിലവിൽ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, അതേപോലെ ബയോളജി കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഹിസ്റ്ററിയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്നെടുത്തിരിക്കുന്നത് സുപ്രധാന നിയമങ്ങളാണ്. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 94/2024 ട്രിവാൻഡ്രം LDയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിനെ നിയമിക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് സംസ്ഥാനത്തിലെ ഗവർണറാണ്. അതായത് നിയമനം, അതേപോലെ തന്നെ നീക്കം ചെയ്യൽ, സത്യപ്രതിജ്ഞ, അതേപോലെ ഇവർ രാജി സമർപ്പിക്കുന്നത്, ഇതെല്ലാം ആരുടെ മുന്നിലാണ്? അതെല്ലാം ഗവർണറുടെ മുന്നിലാണ്. സംസ്ഥാനത്തിൻ്റെ കേസിലാകുമ്പോൾ അത് ഗവർണറുടെ മുന്നിലാണ്. അതേപോലെ ഇവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? അത് സംസ്ഥാന ഗവൺമെൻറ്റിനാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്, സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. അതേപോലെ ഇത് നിലവിൽ വന്നത് എന്നാണ്? സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19 ഇത് നിലവിൽ വന്നത്. ഇവിടുത്തെ ആദ്യത്തെ വ്യക്തി ചോദിച്ചാൽ ആരാണത്? ആദ്യത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാണ്? പാലാട്ട് മോഹൻദാസ് ആണ് ആദ്യ വ്യക്തി എന്ന് പറയുന്നത്. പാലാട്ട് മോഹൻദാസ്. ഇത് സംസ്ഥാനമാണ്. എങ്കിൽ കേന്ദ്രത്തിലേക്ക് വരുമ്പോഴേക്കും ആരായിരുന്നു ആദ്യത്തേത്? കേന്ദ്രത്തിലേക്ക് വരുമ്പോഴേക്കും അത് വജാഹത്ത് ഹബീബുള്ളയാണ്. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് വജാഹത്ത് ഹബീബുള്ള. ഓക്കെ, നിലവിൽ ചോദിച്ചാൽ ആരാണ്? നിലവിൽ ചോദിച്ചാൽ ഇവിടെ ആരാണ്? വി ഹരിനായരും. അതേപോലെ തന്നെ ഇവിടെ ആരാണ്? ഹീരാലാൽ സമരിയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി ഈ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നതിനൊരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിലെ അംഗങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവും അതേപോലെ തന്നെ ഈ CM നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഉണ്ടാകും. എങ്കിൽ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ ആരൊക്കെയായിരിക്കും? പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഈ PM നിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടാകും. ഈ 3 പേരടങ്ങുന്ന ഒരു സമിതിയാണ് ആരെ തീരുമാനിക്കുന്നത്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനെയും ചെയർമാനെയും അതേപോലെ അംഗങ്ങളെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇനിയിപ്പം നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു നിയമനം, നീക്കം ചെയ്യൽ, സത്യപ്രതിജ്ഞ, രാജി എല്ലാം ആരുടെ മുന്നിലാണ്? ഗവർണറുടെ മുന്നിലാണ്. അപ്പോൾ കേന്ദ്രത്തിലേക്ക് വരുമ്പോഴേക്കും അത് ആരുടെ മുന്നിലായിരിക്കും? അത് പ്രസിഡന്റിൻ്റെ മുന്നിലായിരിക്കും. ഇനി നമുക്കറിയേണ്ടത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ ആദ്യ വനിതാ ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണത്? ദീപക് സന്ധു ആണ്. ദീപക് സന്ധു. ഇനി ചോദിക്കാം, രണ്ടാമത്തെ വനിത ചോദിച്ചാൽ ആരാണ്? അത് സുഷമ സിംഗ് ആണ് രണ്ടാമത്തെ വനിതയായിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അത് നിസ്വാർത്ഥ സേവനങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986 ഡിസംബർ 24 ഓക്കെ, അതുകൊണ്ടാണ് ഈ ഡിസംബർ 24 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത്. ദേശീയ ഉപഭോക്തൃ ദിനം. അതേപോലെ തന്നെ മാർച്ച് 15 എന്താണ് പ്രത്യേകത? അത് ലോക ഉപഭോക്തൃ ദിനമാണ് മാർച്ച് 15 എന്ന് പറഞ്ഞാൽ. ഇനി ഈ 1986 നിയമത്തെ പൂർണ്ണമായും മാറ്റിക്കൊണ്ട് 2019 എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ നിയമം വരുന്നത്. അത് നിലവിൽ വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? ആദ്യം നമുക്ക് നോക്കാം. അത് ലോക്സഭ പാസ്സാക്കിയത് 2019 ജൂലൈ 30 ലോക്സഭ പാസ്സാക്കുന്നുണ്ട്. രാജ്യസഭ പാസ്സാക്കുന്നത് 2019 ഓഗസ്റ്റ് 6 ഇനി അത് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് എന്നാണ്? 2019 ഓഗസ്റ്റ് 9 അത് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നുണ്ട്. എങ്കിൽ അത് നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണ്? നെക്സ്റ്റ് വർഷമാണ്. 2020 ജൂലൈ 20 നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. ഓക്കെ, ഇതിൽ തന്നെ 8 വകുപ്പുകളുണ്ട്. 8 വകുപ്പുകളും 8 അധ്യായങ്ങൾ, 8 വകുപ്പല്ല, 8 അധ്യായങ്ങളും 107ഓളം വകുപ്പുകളുമുണ്ട് ഈ ഒരു നിയമത്തിൽ വരുന്നത്. അതേപോലെ തന്നെ ഉപഭോക്താവ് എന്താണ്? ആരാണ് ഉപഭോക്താവ് എന്ന് വിശദീകരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് 2(7) അതേപോലെ തന്നെ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ, കുറേ അവകാശങ്ങളുണ്ട് ഉപഭോക്താക്കൾക്ക്, അതിനെപ്പറ്റി സൂചിപ്പിക്കുന്നത് 2(9) ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവയിൽ ഏതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
നോക്കിക്കേ, ഭരണഘടനാ പ്രകാരം പട്ടികവർഗക്കാർക്കായി നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. നമുക്കറിയാം അതാണെന്ന്. പട്ടികവർഗക്കാരുടെ അവകാശങ്ങളും സംരക്ഷണവും സംബന്ധിച്ച് നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കുക. അതേപോലെ തന്നെ പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക. അല്ല, ഇവിടെ ആർക്കാണ് ഇവർ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്? ഇവർ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് പ്രസിഡന്റിനാണ്. പ്രസിഡന്റാണ് എന്ത് ചെയ്യുന്നത്? ഈ റിപ്പോർട്ട് നമ്മുടെ പാർലമെന്റിലേക്ക് കൊടുക്കുന്നത്. അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും റിപ്പോർട്ടാണെങ്കിൽ അത് എന്ത് ചെയ്യും? പ്രസിഡന്റ് അതത് സംസ്ഥാനത്തിലെ ഗവർണർക്ക് കൊടുക്കും. പട്ടികവർഗക്കാരുടെ സാമൂഹ്യ സാമ്പത്തിക വികസനമായി ബന്ധപ്പെട്ട ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ഉപദേശം നൽകുകയും ചെയ്യുക. അപ്പോൾ ഇതും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പട്ടികവർഗ കമ്മീഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം നോക്കിക്കേ, നമുക്കറിയാം ഇതിന് മുന്നേ എന്തായിരുന്നു പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറയുന്നത് ഒറ്റ കമ്മീഷനായിരുന്നു. ഇത് 2003 89ാം ഭേദഗതി പ്രകാരം എന്താക്കി മാറ്റുന്നുണ്ട്? രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ? ഒന്ന് പട്ടികജാതി കമ്മീഷൻ, പട്ടികജാതി കമ്മീഷൻ എന്നും അതേപോലെ തന്നെ എന്താക്കി മാറ്റുന്നുണ്ട്? പട്ടിക വർഗ കമ്മീഷൻ എന്നും രണ്ടാക്കി തിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. പട്ടികജാതി കമ്മീഷനിൽ നമുക്ക് എന്തൊക്കെയാണ് നിലവിൽ വന്നത് എന്നാണ്? 2004 ഫെബ്രുവരി 19 ഇത് രണ്ടും നിലവിൽ വരുന്നത്. 2004 ഫെബ്രുവരി 19. അതേപോലെ തന്നെ ഇതിൻ്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് പട്ടികജാതി കമ്മീഷൻ ആണെങ്കിൽ അത് 338, പട്ടികവർഗ കമ്മീഷൻ ആണെങ്കിൽ അത് 338A ഇവർ രണ്ട് കൂട്ടരെയും പട്ടികജാതി കമ്മീഷൻ്റെ ചെയർമാനെയും എല്ലാവരെയും നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റാണ്. ഇവിടെയും ആരാണ്? പ്രസിഡന്റാണ് നിയമിക്കുന്നത്. അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 5 അംഗങ്ങൾക്ക് എത്രയാണ്? 3 വർഷമാണ് കാലാവധി എന്ന് പറയുന്നത്. 5 അംഗങ്ങൾക്ക് 3 വർഷമാണ് രണ്ടിടത്തും കാലാവധി. അതേപോലെ തന്നെയാണ് ഇവിടെ രണ്ടിൻ്റെയും ആസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ലോക് നായക് ഭവൻ. ലോക് നായക് ഭവനാണ് രണ്ടിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് വരുന്നത്. ലോക് നായക് ഭവൻ. ഇനി ആദ്യത്തെ ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? അത് സൂരജ് ബാനാണ് പട്ടികജാതി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ. പട്ടികവർഗ കമ്മീഷൻ ആണെങ്കിൽ ആരാണത്? കൺവർ സിംഗ് ആണ് പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത്. നിലവിൽ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കിഷോർ മക്വാനയാണ് പട്ടികജാതി കമ്മീഷൻ്റെതും. പട്ടികവർഗ കമ്മീഷൻ ആണെങ്കിൽ എന്താണ്? അൻഡാർ സിംഗ് ആര്യ എന്നുള്ള വ്യക്തിയാണ് എന്ത് വരുന്നത്? പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? റിപ്പോർട്ട് കൊടുക്കുന്നത് നമ്മുടെ പ്രസിഡന്റിനാണ്. രണ്ട് കൂട്ടരും എന്ത് ചെയ്യുന്നത്? റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പ്രസിഡന്റ് എന്ത് ചെയ്യുന്നുണ്ട്? അത് സംസ്ഥാന ഓരോ അതത് പാർലമെന്റുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസാണ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? അവർ ആ റിപ്പോർട്ട് അതത് സംസ്ഥാന ഗവർണർമാർക്ക് കൊടുക്കുകയും ഗവർണർമാർ അത് എന്ത് ചെയ്യുന്നുണ്ട്? അതത് ഗവൺമെന്റിലേക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗാർഹിക അതിക്രമത്തിൻ്റെ നിർവചനങ്ങൾ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? മാനസികവും ശാരീരികവുമായി പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക, ശരിയാണ്. സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക, അതും ശരിയാണ്. സാമ്പത്തിക ചൂഷണം. സോ മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം എന്താണ്? ഗാർഹിക അതിക്രമത്തിൻ്റെ നിർവചനത്തിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഈ ഗാർഹിക അതിക്രമ നിയമം നിലവിൽ ഒപ്പുവെച്ചതെന്നാണ്? നമ്മുടെ പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2005 സെപ്റ്റംബർ 13 പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത്. അത് നിലവിൽ വരുന്നത് എന്നാണ്? ഗാർഹിക അതിക്രമ നിയമം നിലവിൽ വരുന്നത് 2006 ഒക്ടോബർ 26 അത് നിലവിൽ വരുന്നത്. അതിൽ ഏകദേശം 8 അധ്യായങ്ങളായിട്ട് 37 വകുപ്പുകളാണ് പറയുന്നത്. അത് ഒപ്പുവെച്ചത് ആരാണ്? നമ്മുടെ APJ അബ്ദുൽ കലാമും ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന ആരാണ്? മൻമോഹൻ സിംഗുമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? 2012 പോക്സോ ആക്ട് നിലവിൽ വന്നത്. ഇത് രാഷ്ട്രപതി നമ്മുടെ പ്രസിഡന്റ് അംഗീകാരം നൽകുന്നതെന്നാണ്? 2012 ജൂൺ 19 ഇത് അംഗീകാരം നൽകുന്നത്. അത് നിയമം പ്രാബല്യത്തിൽ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്നാണ്? 2012 നവംബർ 14 ഇനി ഇതിൽ എന്താണ്? ലൈംഗിക അതിക്രമം ഈ ഒരു പോക്സോ കേസുകളിൽ കുട്ടി എന്ന് നിർവചിക്കുന്നത് ആരെയാണ്? 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയുമാണ് അതിൽ കുട്ടികളെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിനൊരു ഭേദഗതി നിയമം വന്നിരുന്നു.
2019 ഇതിൻ്റെ ഭേദഗതി നിയമം വന്നത്. ആ ഭേദഗതി നിയമ ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണത്? സ്മൃതി ഇറാനിയാണ് രാജ്യസഭയിൽ ഈ ഭേദഗതി നിയമം അവതരിപ്പിക്കുന്നത്. ഇത് നമ്മുടെ രാജ്യസഭ പാസ്സാക്കുന്നത് എന്നാണ് 2019 ജൂലൈ 24 രാജ്യസഭ പാസ്സാക്കുന്നുണ്ട്. ലോകസഭ പാസ്സാക്കിയെന്നാണ് 2019 ഓഗസ്റ്റ് 1 ലോകസഭ പാസ്സാക്കുന്നത്. അതിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ച എന്നാണ് 2019 ഓഗസ്റ്റ് 5 പ്രസിഡന്റ് അതിന് അംഗീകാരം നൽകുന്നുണ്ട്. അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കറണ്ട് അഫെയർ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ് പോക്സോ ഇ ബോക്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു അതിക്രമങ്ങൾക്കെതിരേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ശിശുക്ഷേമ മന്ത്രാലയം ആരംഭിച്ചൊരു ഓൺലൈൻ കംപ്ലൈൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്? പോക്സോ ഇ ബോക്സ്. ഇത് ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിക്കാറുണ്ട്. ആരാണത്? മനേക ഗാന്ധിയാണ് ഈ പോക്സോ ഇ ബോക്സ് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അരുൺകുമാർ മിശ്രയാണ്. ഇത് തന്നെ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഈ ഒരു ഫേസിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. 3-ാമത്തെയോ 4-ാമത്തെയോ ഘട്ടത്തിൽ സെയിം ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അന്ന് അവർ ഈ അരുൺകുമാർ മിശ്ര തന്നു. പക്ഷേ ഇത് PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കാര്യം അരുൺകുമാർ മിശ്ര എന്നാണ് നമ്മുടെ ജൂൺ 1, 2024 അദ്ദേഹത്തിൻ്റെ അത് കഴിയുകയും ഇപ്പോൾ ആരാണ് ആക്ടിംഗ് ചെയർമാനായിട്ട് നിൽക്കുന്നത്? അത് വിജയഭാരതി സയാനി എന്നൊരു ലേഡിയാണ് എന്ത് ചെയ്യുന്നത്? ജൂൺ 21, ജൂൺ 2 മുതൽ വിജയഭാരതി സയാനിയാണ് മനുഷ്യാവകാശ കമ്മീഷന് ചെയർമാനായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ആദ്യ ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് രംഗനാഥ മിശ്രയാണ് ആദ്യ ചെയർമാൻ. ഇനി അംഗമായ ആദ്യ മലയാളി വനിത, ചെയർമാൻ അല്ല, അംഗമായ മലയാളി വനിത ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഫാത്തിമ ബീവിയാണ്. കാര്യം ഫാത്തിമ ബീവി ഇടയ്ക്ക് മരിച്ചതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. അപ്പോൾ അംഗമായ ആദ്യ മലയാളി ചോദിച്ചാൽ അത് ഫാത്തിമ ബീവി. ഇനി ചെയർമാനായ ആദ്യ മലയാളി ചോദിച്ചാലോ? ചെയർമാനായ ആദ്യ മലയാളിയാണ് KG ബാലകൃഷ്ണനാണ് ചെയർമാനായ ആദ്യ മലയാളി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? മാനവ് അധികാർ ഭവനിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. 1993 ഒക്ടോബർ 12 ഇത് നിലവിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് നിലവിൽ? രേഖാ ശർമ്മയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. ഇനി നമുക്കറിയാം 1992 ജനുവരി 31 ഈ നിയമം നിലവിൽ വരുന്നത്. ഇനി ഈ മനുഷ്യാവകാശ കമ്മീഷനിൽ 6 അംഗങ്ങളാണുള്ളത്. 6 അംഗങ്ങൾ. അതിൽ ആദ്യ ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ജയന്തി പട്നായിക്കാണ് ആദ്യ ചെയർമാനായിട്ട് വരുന്നത്. നിലവിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? രേഖാ ശർമ്മയാണ് നിലവിലെ ചെയർമാൻ. ഈ രേഖാ ശർമ്മ 2ാമത്തെ തവണയാണ് എന്തായിട്ട് വരുന്നത്? മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് വരുന്നുണ്ട്. എങ്കിൽ ചോദിക്കാറുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ്റെ 2 തവണ ചെയർമാനായ ആദ്യ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് ഗിരിജ വ്യാസാണ്. രേഖാ ശർമ്മ 2ാമത്തെ വ്യക്തിയാണ്. ഗിരിജ വ്യാസാണ് 2 തവണ ചെയർമാനായ ആദ്യ വ്യക്തി എന്ന് പറയുന്നത്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനമാണ് നിർഭയ ഭവൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതേപോലെ നീക്കം ചെയ്യാനുള്ള അധികാരവും ആർക്കാണ്? അതും കേന്ദ്ര സർക്കാരിനാണ്. ഇനി ഇവരുടെ ഒരു പ്രസിദ്ധീകരണമുണ്ട്. അതാണ് എന്ത്? രാഷ്ട്രമഹിള എന്നുള്ളതാണ് കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം എന്ന് പറയുന്നത്. അതേപോലെ ഒരു വെബ് പോർട്ടലുണ്ട്, അതിൻ്റെ പേരാണ് നാരി എന്ന് പറയുന്നത്. എങ്കിൽ ചോദിക്കട്ടെ, സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് എന്ത്? സ്ത്രീ ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ഒരു പ്രസിദ്ധീകരണമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല? ഇത് 2ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 109/2024 സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഏതാണ്? ചൂഷണത്തിനുള്ള അവകാശം അല്ലേ? ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പ് നൽകുന്നില്ലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്താണ്? തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്, കേൾക്കാനുള്ള അവകാശമുണ്ട്, പരിഹാരം തേടാനുള്ള അവകാശമുണ്ട്. ചൂഷണത്തിനുള്ള അവകാശമല്ല, ചൂഷണത്തിനെതിരായുള്ള അവകാശമല്ലേ നമുക്ക് വേണ്ടത്. ഓക്കെ, അതായത് നമുക്കറിയാം ഈ വകുപ്പിൽ 2(9) പ്രകാരമാണ് എന്ത് പറയുന്നത്? ഒരു ഉപഭോക്താവിനുള്ള അവകാശങ്ങളെ പറ്റി പറയുന്നത്. അതെന്ന് പറയുന്നത് സുരക്ഷിതത്വത്തിനുള്ള അവകാശം. സുരക്ഷിതത്വം
പിന്നെ എന്താണ്, അതേപോലെ അറിയാനുള്ള അവകാശം, ആ പ്രൊഡക്റ്റ് എന്താണെന്നും അതിനെപ്പറ്റി അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. പിന്നെ എന്താണ്, തിരഞ്ഞെടുക്കാനുള്ള അവകാശം അല്ലേ. നമുക്ക് പിന്നെ നമ്മളൊരു കടയിൽ ചെന്ന് കഴിഞ്ഞ് ഇന്ന സാധനം മേടിക്കണമെന്ന് ആർക്കും നമ്മളെ കമ്പൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണ്ടതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഏതൊരു ഉപഭോക്താവിനുമുണ്ട്. പിന്നെയുണ്ട് കേൾക്കാനുള്ള അവകാശമുണ്ട്, കേൾക്കാനുള്ള അവകാശം. 2 പരിഹാരം തേടാനുള്ള അവകാശം, പരിഹാരം തേടാനും. 6ാമത്തത് ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. ഇത്രയും അവകാശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഉപഭോക്തൃ അവകാശങ്ങളായിട്ട് നമ്മൾ പറയത്തില്ലേ മൗലിക അവകാശങ്ങൾ 6 അതേപോലെ ഉപഭോക്തൃ അവകാശങ്ങളും എത്ര എണ്ണമാണ്, 6 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ 10ാം വകുപ്പ് പ്രകാരമാണ് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നത്. അതായത് കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ് കമ്മീഷൻ ചെയ്യേണ്ടതെന്നുള്ളത്. അതായത് നമുക്കറിയാം 5 അധ്യായങ്ങളായിട്ട് ഏകദേശം 17ഓളം വകുപ്പുകൾ ഇതിൽ പറയുന്നുണ്ട്. ഇനി അതിലേതൊക്കെയാണ്, സെക്ഷൻ 3(1) പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ദേശീയ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് പറയുന്നത്. ദേശീയ കമ്മീഷൻ വേണം, അതായത് വനിതകളുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു ദേശീയ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് പറയുന്നത് 3(1) 3(2) എന്താണ് പറയുന്നത്, അത് കമ്മീഷനിലെ അംഗങ്ങളെ പറ്റിയാണ്. കമ്മീഷനിലെ അംഗങ്ങളെ പറ്റി പറയുന്നതാണ് 3(2) എന്ന് പറഞ്ഞാൽ. ഇനി 4 പറയുന്നത് എന്താണ്, ചെയർപേഴ്സൻ്റെയും അതേപോലെ അംഗങ്ങളുടെയൊക്കെ കാലാവധിയെ പറ്റി പറയുന്നതാണ് 4ാമത്തെ വകുപ്പ് എന്ന് പറയുന്നത്. 5ാമത്തെ വകുപ്പ് എന്ന് പറഞ്ഞാൽ ഈ കമ്മീഷന്റെ ചുമതലകൾ നിർവഹിക്കാനായിട്ട് നമുക്ക് എന്ത് വേണം, കുറേ ഉദ്യോഗസ്ഥരെ വേണ്ടേ. ഇത് കേന്ദ്ര സർക്കാർ, അതായത് ഉദ്യോഗസ്ഥരെ കേന്ദ്ര സർക്കാർ നിയമിക്കണം. ഇതാണ് എന്തെന്ന് പറയുന്നത്, 5 എന്ന് പറയുന്നത്. ഇനി 6 എന്ന് പറയുമ്പോൾ എന്താണ്, അതിലെ 6 എന്ന് പറയുന്നത് അവരുടെ അംഗങ്ങളുടെ ശമ്പളം, അതേപോലെ അവരുടെ ഭത്ത, അതൊക്കെ പറയുന്നത് എവിടെയാണ്, 6ലാണ്. അതേപോലെ പിന്നെയുള്ളത് 8ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതാണ് നമ്മൾ പറയുന്നത് എന്താണ്, ദേശീയ വനിതാ കമ്മീഷൻ ഏറ്റെടുക്കുന്ന പ്രത്യേക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി കമ്മീഷനോ, അതായത് ഓരോ സമയത്തും എന്ത് ചെയ്യണം, അതത് കമ്മിറ്റികൾ രൂപീകരിക്കണം എന്ന് പറയുന്നതാണ് 8ാമത്തെ വകുപ്പ് എന്ന് പറയുന്നത്. ഇനി 10 എന്താണ്, 10ആണ് നമ്മൾ പറഞ്ഞത്, കമ്മീഷന്റെ ചുമതലകൾ. എന്തൊക്കെ ചുമതലകളാണ് ദേശീയ വനിതാ കമ്മീഷൻ തീരുമാനിക്കേണ്ടത്, നടപ്പിലാക്കേണ്ടത്, ആ ചുമതലകളെ പറ്റിയാണ് 10ാമത്തെ വകുപ്പ് പറയുന്നത്. 13ാമത്തെ വകുപ്പാണ് എന്ത് പറയുന്നത്, ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്, കേന്ദ്ര സർക്കാരിന് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കണം. ഈ 14ാമത്തെ പറയുന്നത്, ഈ വാർഷിക റിപ്പോർട്ട് എന്ത് ചെയ്യണം, കേന്ദ്ര സർക്കാരിൻ്റെ ഇരുസഭകളിലും ഈ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് 14ാമത്തെ വകുപ്പ് പറയുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നോക്കാം. 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം വകുപ്പ് ഇനി പറയുന്നതിലുള്ള അവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നു. എന്തൊക്കെയാണ്, ജോലി രേഖകൾ എന്നിവയുടെ പരിശോധന, രേഖകളുടെയും ചാർജുകളുടെയും എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ, അതേപോലെ മെറ്റീരിയലിൽ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ വിവരാവകാശ നിയമം, അതേപോലെ ദേശീയ വനിതാ കമ്മീഷൻ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ എത്ര ദിവസമാണ്, 30 ദിവസമാണ്. നമുക്ക് എന്താ ആവശ്യമുണ്ടെങ്കിൽ ഇൻ ക്യാമറ, അതായത് രഹസ്യ സ്വഭാവമുള്ളതാണെങ്കിൽ ഇൻ ക്യാമറ നടത്താമെന്നൊക്കെ പറയുന്നുണ്ട്. 30 ദിവസത്തിനുള്ളിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കണം. അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് എന്താ, പോക്സോ നിയമങ്ങളും എന്താണ് ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റ് ആയിട്ട്. പോക്സോ നിയമപ്രകാരം ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വരുന്നതാണ്. പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്, 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയെയും നമ്മൾ കുട്ടി എന്ന് പറയാം. അതിലാണോ പെണ്ണോ എന്ന് വേർതിരിവില്ല. 18 വയസ്സിൽ താഴെയാണെങ്കിൽ അവരെ എന്ത് പറയാം, നമുക്ക് കുട്ടി എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷനാരാണ്, അത് രേഖാ ശർമ്മയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ജയന്തി പട്നായിക് ആരായിരുന്നു, ആദ്യ അധ്യക്ഷനായ ആദ്യ വനിതയാണ് ജയന്തി പട്നായിക്. ഇപ്പോൾ നിലവിൽ ആരാന്ന് ചോദിച്ചാൽ ആരാണ്, അത് രേഖാ ശർമ്മയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ 117/2024. പോക്സോ നിയമം നിലവിൽ വന്നതെന്നാണ് 2012 നമ്മൾ ഇത്ര നേരം പറഞ്ഞല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അതേതാണ്, ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമനത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം തേടാനാകും? സംരക്ഷണ ഉത്തരവുകൾ, താമസ ഉത്തരവുകൾ, പണ ആശ്വാസം, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പം ഗാർഹിക പീഡനം. അതേപോലെ തന്നെ നമ്മൾ എന്താണ്, പോക്സോ ആക്ട്,
അതേപോലെ തന്നെ വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, ഇത്രയും കാര്യങ്ങളാണ് റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലഭിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് 1 വർഷം വരെ തടവോ 20,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും ലഭിക്കാവുന്ന കുറ്റമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 68ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താന്ന് നോക്കിക്കേ, NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങളുണ്ടെന്നുള്ളത്. എത്ര അംഗങ്ങളാണ്? ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 6 അംഗങ്ങളാണ്. 1+5 ആണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളുണ്ട്. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നതാണ്. എന്തിനാണ്? നോക്കിക്കേ, ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയും മുൻവിധി കാണിക്കുക, സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങളെ ബാധിക്കുന്നു, ഏതൊരു വ്യക്തിയുടെയും ജീവനോ ശാരീരിക സുരക്ഷയോ അപകടത്തിലാക്കുന്നു, മുകളിൽ പറഞ്ഞവയെല്ലാം. ഓക്കെ, ഇത് നമ്മുടെ PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ദേശീയ വനിതാ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? അത് കേന്ദ്ര സർക്കാരിനാണ്. നമ്മൾ പറഞ്ഞു വനിതാ കമ്മീഷൻ കേന്ദ്ര സർക്കാരിനാണ് എന്ത് സമർപ്പിക്കേണ്ടത്? വാർഷിക റിപ്പോർട്ട്. അതായത് സെക്ഷൻ 13 പ്രകാരം അവർ എന്ത് ചെയ്യുന്നുണ്ട്? വാർഷിക റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കണം. സെക്ഷൻ 14 പ്രകാരം എന്ത് പറയുന്നുണ്ട്? അത് ഇരുസഭകളിലും രാജ്യസഭയിലും ലോക്സഭകളിലും അവതരിപ്പിക്കണമെന്ന് പറയുന്നത് സെക്ഷൻ 14 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് കുറച്ചധികം ഇതും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സെക്ഷൻ 3 എന്ന് പറയുന്നത് പ്രവേശിത ലൈംഗിക അതിക്രമമാണ്. പ്രവേശിത ലൈംഗിക അതിക്രമമാണ്. ഇത് നമ്മൾ ഈ നിയമങ്ങളെല്ലാം നമ്മൾ ഒരു 3-4 നിയമങ്ങൾ കംപ്ലീറ്റ് ടോപ്പിക്കായിട്ട്, അതായത് ഇതുവരെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്ന് കയറി കണ്ടു നോക്കി ഇത്തിരി കൂടി ഐഡിയ കിട്ടും. ഇനി 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രവേശിത ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയാണ് 4 പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കിക്കേ, 5 എന്ന് പറയുന്നത് ഗുരുതരമായ പ്രവേശിത ലൈംഗിക അതിക്രമം. ഇനി 6 എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ശിക്ഷയാണ് പറയുന്നത്. അതേപോലെ 7 എന്ന് പറയുന്നത് ലൈംഗിക അതിക്രമമാണ്. ലൈംഗിക അതിക്രമമാണ്. 8 എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ശിക്ഷയാണ്. ഇനി അടുത്തത് ഏതാണ്? 9, 9ഉം 10ഉം നമുക്ക് പിന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ളത് 11 ആണ്. 11 എന്ന് പറയുന്നത് ലൈംഗിക പീഡനത്തെ പറ്റിയാണ്. പീഡനം ഇവിടെ എന്താണ്? ലൈംഗിക ആക്രമണമാണ്. എല്ലാത്തിനും വ്യത്യാസമുണ്ട്. ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം എന്ന് പറയുന്നത് എന്താണ്? 12 എന്ന് പറയുന്നത് ഇതിൻ്റെ ശിക്ഷയാണ്. അതായത് 3 വർഷം വരെ തടവും പിഴയ്ക്ക് ലഭിക്കാവുന്ന ശിക്ഷയാണ് ലൈംഗിക പീഡനത്തിനുള്ളത്. അതേപോലെ 13 എന്ന് പറയുന്നത് കുട്ടികളെ അശ്ലീല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനെയാണ് ആർട്ടിക്കിൾ എന്ത് ചെയ്യുന്നത്? 13ാമത്തെ വകുപ്പ് പറയുന്ന അശ്ലീല കാര്യങ്ങൾക്ക് കുട്ടികൾ ഉപയോഗിക്കുന്നത്. 14 അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 14 ഇവിടെ ശിക്ഷ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെയുണ്ട് മീഡിയ, നമ്മുടെ വ്യാജ വിവരങ്ങൾ. അതേപോലെ ഒരു കുട്ടി വ്യാജ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് എന്ന് പറയുന്ന വകുപ്പ് 22 മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നത് എന്താണ്? അത് 23 അതായത് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ എന്താണ് പീഡനത്തിനിരയായ ഒരു വ്യക്തിയുടെ വിവരങ്ങൾ എന്ത് ചെയ്യുക? പബ്ലിക്കാക്കുക എന്നൊക്കെ മാധ്യമങ്ങൾക്കെതിരെ നമുക്ക് അത് തെറ്റായ കാര്യമാണ്. അപ്പം മാധ്യമങ്ങൾക്കെതിരെയുള്ള ആ ഒരു ശിക്ഷകളും കാര്യങ്ങളൊക്കെ പറയുന്നത് വകുപ്പ് 23 ഇനി 16 പ്രകാരം എന്താണ്? ഈ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചാലും അതും ഒരു കുറ്റമാണ്. അപ്പോൾ കുറ്റം ചെയ്യാൻ മറ്റൊരാളെ പ്രേരിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ആർട്ടിക്കിൾ വകുപ്പ് എന്ന് പറയുന്ന വകുപ്പ് 16. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഉപഭോക്തൃ അവബോധം പ്രോത്സാഹിപ്പിക്കാൻ, ഉപഭോക്തൃ സാധനങ്ങൾ നിയന്ത്രിക്കാൻ, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, പരസ്യ നിലവാരം, പ്രാഥമിക പ്രവർത്തനമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും അത്? ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കാനുമാണ് നമ്മൾ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം വരുത്തിയത്. എന്താണ്? ഡൊമസ്റ്റിക് വയലൻസ് നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് B ആണ്. അതായത് വിഭാഗം 3 3ാമത്തെ വകുപ്പിലാണ് എന്ത് പറയുന്നത്? ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത്. ഏത് നിയമപ്രകാരമാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ നിലവിൽ വന്നത്? അത് ഏതാണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 നിയമപ്രകാരമാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ നിലവിൽ വന്നത്. നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താവുന്ന പരമാവധി ശിക്ഷ എന്ന് പറഞ്ഞാൽ 25,000 രൂപയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 250 മുതൽ 25 മാക്സിമം എത്ര വരെ വരാം? 225,000 രൂപ വരെയാണ് പിഴ ചുമത്താവുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 69ാമത്തെ ഇതേപോലെ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇനി 70ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണ് ഉള്ളത്? വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാക്കാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാലുള്ളതോ രേഖാമൂലമുള്ളതോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യാം. ശരിയാണ്. രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യമാണ്. അതും ശരിയാണ്. ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിൻ്റെ പകർപ്പുകളോ ആവശ്യപ്പെടുക. അതും ശരിയാണ്. സോ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവ എല്ലാം വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് 128/2024. എന്താണ്? ഒരു സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് ആണ് പറയുന്നത് എന്താണ്? വോയൂറിസം എന്ന് പറയുന്നത്. ഏത് കുറ്റകൃത്യമാണെന്ന് ചോദിച്ചാൽ അതേതാണ്? വോയൂറിസം. ഒരു സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി. ഇത് നമ്മുടെ PSC ആൻസർ വന്നിരുന്നത് 1 കോടിയാണ്. പക്ഷേ ജില്ലാ കമ്മീഷൻ്റെ അധികാര പരിധി ഇപ്പോൾ 50 ലക്ഷം വരെയാണ്. അതായത് നമുക്കറിയാം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 വന്നിട്ടുണ്ട്. അതേപോലെ 2019 വന്നു. 2021 അതിനെ ഭേദഗതിയും കൂടി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡിസ്ട്രിക്ട് കോർട്ടിൽ പറയുന്നത് ഏകദേശം ഇവിടെ 1986 20 ലക്ഷം വരെയായിരുന്നു പറഞ്ഞത്. ഇവിടെ 2019 ആയപ്പോഴേക്കും അത് 1 കോടി വരെ ആക്കിയിട്ടുണ്ട്. പക്ഷേ 2021 ആയപ്പോഴേക്കും അത് വീണ്ടും 50 ലക്ഷം വരെയാക്കി മാറ്റിയിട്ടുണ്ട്. പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം 1 കോടിയായിരുന്നു. പക്ഷേ മിക്കവാറും അത് ക്യാൻസൽ ആകുമായിരിക്കും. ഇനി നമ്മുടെ സംസ്ഥാന കോടതിയാണെങ്കിലോ അത് 20 ലക്ഷം മുതൽ 1 കോടി വരെയായിരുന്നു. ഏത് സമയത്ത്? നമ്മുടെ 1986 നിയമം. അടുത്ത വന്നപ്പോഴെന്തായി? 1 കോടി മുതൽ എത്ര വരെയാക്കി? 10 കോടി വരെയാക്കി. ഇവിടെ വന്നപ്പോഴേക്കും അത് 50 ലക്ഷം മുതൽ 2 കോടി വരെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതേപോലെ നാഷണൽ കോർട്ടാണെങ്കിലോ 1 കോടിക്ക് മുകളിലായിരുന്നു. 1 കോടിക്ക് മുകളിലായിരുന്നു നാഷണൽ കോർട്ടാണെങ്കിൽ. ഇവിടെ എന്താണ്? 10 കോടിക്ക് മുകളിലാക്കി. അതേപോലെ ഇവിടെ എന്ന് പറയുന്നത് 2 കോടിക്ക് മുകളിലുള്ള എല്ലാ കേസുകളും എവിടെയാണ്? നാഷണൽ കോർട്ടിലാണ് വരുന്നത്. ഇതാണ് 2021 ഭേദഗതി പ്രകാരം മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാണ്. ഇവരുടെ ആൻസർ തന്നിരിക്കുന്നത് അരുൺകുമാർ മിശ്രയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അരുൺകുമാർ മിശ്രയ്ക്ക് എന്ത് ചെയ്ത് ജൂൺ 1-ാം തീയതി അദ്ദേഹം മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനും എന്തായിരിക്കാം? ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ആക്ടിംഗ് ചെയർമാനായിട്ടുള്ളത് ആരാണ്? അത് വിജയഭാരതി സയാനിയാണ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ എന്താണ് പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ എന്ന് പറയുന്നത് 6 മാസം മുതൽ 5 വർഷം വരെ തടവും ശിക്ഷയുമാണ്. അതാണ് ശിക്ഷ എന്ന് പറയുന്നത്. 6 മാസം മുതൽ 5 വർഷം വരെ തടവാണ് ശിക്ഷയായിട്ട് ലഭിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന 5 അംഗങ്ങളായിരിക്കണം വേണ്ടത്. ഓക്കെ, അതായത് അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 1993 എന്നാണ് മെയ് 17 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. അതിലെ നിലവിലെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുര. ഇക്ബാൽ സിംഗ് ആണ് നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്. ആദ്യ ചെയർമാൻ ആരായിരുന്നു? ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് മുഹമ്മദ് സാദിർ അലിയാണ് ആദ്യ ചെയർമാനായിരുന്നത്. അതേപോലെ 7 അംഗങ്ങളാണ് വേണ്ടത്. അതിൽ ഒരു ചെയർപേഴ്സൺ, ഒരു വൈസ് ചെയർപേഴ്സൺ. അതിൽ എത്ര വേണം? 5. ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള 5 ആൾക്കാരും കൂടി വേണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ലൈംഗിക അതിക്രമത്തിൽ നിന്നുള്ള കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. ശരിയാണ്. 18 വയസ്സ് താഴെ പ്രായം വരുന്ന ആൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. സോ എന്താണ്? ഓപ്ഷൻ എ. രണ്ടും ശരിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പോക്സോ നിയമപ്രകാരം എന്താണ്? 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടി പെൺകുട്ടി എന്നല്ല, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അതായത് ആണും ആയിക്കോട്ടെ പെണ്ണും ആയിക്കോട്ടെ, 2 പേരെയും ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. താഴെ പറയുന്നതിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏതൊക്കെയുണ്ട് നോക്കാം. മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ, കോപ്പിറൈറ്റ് മുഖേന സംരക്ഷിക്കപ്പെട്ടവ, ഒരു വ്യക്തിയുടെ ബാങ്ക് നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ, മുകളിൽ പറയുന്നവയെല്ലാം. അപ്പം നമുക്കറിയാം മന്ത്രിസഭയുടെ തീരുമാനങ്ങളൊക്കെയാണ് നമുക്കൊരു വിവരാവകാശ നിയമപ്രകാരം നമുക്ക് മേടിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കേണ്ട പോർഷൻസ് എന്നൊക്കെ പറഞ്ഞ ഏതാണ്? വിവരാവകാശ കമ്മീഷൻ, അതേപോലെ തന്നെ വനിതാ കമ്മീഷൻ നിങ്ങൾ നോക്കണം. അതേപോലെ മനുഷ്യാവകാശ കമ്മീഷൻ ഒന്ന് വായിച്ചു പോകുക. അതേപോലെ ഗാർഹിക പീഡനം, പിന്നെയുള്ളത് പോക്സോ ആക്ട്. ഇത്രയും കാര്യങ്ങൾ നല്ല വൃത്തിക്കൊന്ന് വായിച്ചിട്ട് പോകുക. ഇത്രയും ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയുള്ളത് ഒന്നും കൂടിയുണ്ട്, ഉപഭോക്തൃ കമ്മീഷൻ. ഓക്കെ, അപ്പോൾ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ടോട് രേഖപ്പെടുത്തുക. താങ്ക്